ഇന്ത്യയുമായി എന്നും അടുപ്പം പുലർത്തിയ നേതാവാണ് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹമാണ് ഹസീനയുടെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാക്കിയത്. പിന്നാലെ അവർ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടി. ഹസീനയെ വിട്ടുകിട്ടണമെന്ന് നിരവധി തവണ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു. ഇപ്പോഴിതാ ഇതേ ആവശ്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. 2013 ഒപ്പിട്ടതും 2016 ഭേദഗതി ചെയ്തതുമായ കൈമാറ്റ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ബംഗ്ലാദേശിൻ്റെ ആവശ്യത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമായി ഇന്ത്യ അറിയിച്ചു. ഷെയ്ഖ് ഹസീനയെ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി തിരികെ എത്തിക്കണമെന്നാണ് മുഹമ്മദ് യൂനിസിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ പറയുന്നത്. ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിൽ നിന്ന് കത്ത് ലഭിച്ചിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ അഭിപ്രായമില്ലെന്നുമായിരുന്നു വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺബീർ ജയ്സ്വാളിന്റെ പ്രതികരണം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക ഇടക്കാല സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹസീനയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് രംഗത്ത് വന്നത്. എന്നാൽ ഇന്ത്യക്ക് ഹസീനയെ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. കാരണം ബംഗ്ലാദേശിലെ ഏതെങ്കിലും ക്രിമിനൽ കോടതിയുടെ വാറണ്ടുമായി വീണ്ടും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടാൽ ഇന്ത്യക്ക് ഹസീനയെ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന അഭിപ്രായമുണ്ട്. 2013 ഷെയ്ഖ് ഹസീന സർക്കാർ ഒപ്പുവെച്ച ഇന്ത്യ ബംഗ്ലാദേശ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഹസീനയെ കൈമാറാൻ ഇന്ത്യക്ക് നിയമപരമായ ബാധ്യതയില്ലെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ച് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2016 ജൂലൈ 28 ഇന്ത്യയും ബംഗ്ലാദേശും കുറ്റവാളി കൈമാറ്റ ഉടമ്പടിയിൽ ഭേദഗതി വരുത്തിയിരുന്നു. രാഷ്ട്രീയ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉടമ്പടിയിൽ ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. കുറ്റകൃത്യം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെങ്കിൽ കൈമാറൽ നിരസിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 2013 ഒപ്പിട്ട ഉടമ്പടി അനുസരിച്ച് വിട്ടുകിട്ടൽ അഭ്യർത്ഥനയോടൊപ്പം ആരോപിക്കുന്ന കുറ്റം സംബന്ധിച്ച തെളിവ് കൂടി നൽകണമായിരുന്നു. ധാക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്കും കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാർക്കും മുതിർന്ന ഉപദേഷ്ടാക്കൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഹസീനയ്ക്കെതിരെ കൂട്ടക്കൊലയാണ് ചുമത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശ് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നില്ലെന്നും പാകിസ്ഥാനുമായി ചേർന്ന് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നും ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബംഗ്ലാദേശിലെ നിലവിലെ നീതിന്യായ വ്യവസ്ഥ ഒട്ടും സുതാര്യമല്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. പക്ഷപാതപരമായ വിചാരണയ്ക്ക് സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട്.